നമുക്കിന്ന് കുറച്ച് വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ഞാനിവിടെ വിൻറ്റേജ് പേപ്പർ ആട്ടോ എടുത്തത്. ഇനി വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ പേപ്പറിൽ കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുക്കാം. സർക്കിൾസ് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിലൊന്നുമല്ല, ഒരു വേവി ഷേപ്പിലാണ് ഞാൻ സർക്കിൾസ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഓരോ സർക്കിൾസിൽ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള ഇമേജസ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വരുന്ന തീമാണ് ഞാൻ വരച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം വരയ്ക്കാം. ഇപ്പോൾ റെഫറൻസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് പിൻട്രസ്റ്റിലൊന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് പിൻട്രസ്റ്റിൽ കയറിയിട്ട് വിൻറ്റേജ് സ്റ്റിക്കർ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കുറേ ഇമേജസ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ആ ഒരു വേവി ഷേപ്പിൽ വീഡിയോ കാണുന്ന പോലെ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ ആ വിൻറ്റേജ് ഒരു ലുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ബാക്കിയുള്ള ഫുള്ള് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത സ്റ്റിക്കേഴ്സ് നമ്മൾ സെല്ലോ ടേപ്പ് ഇല്ലാണ്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഈ മെത്തേഡ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഇതുപോലെ ഗ്ലൂ ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ട്രൈ ചെയ്തെടുക്കുക. ട്രൈ ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സ് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ആ ടൈമിൽ അതിൻ്റെ ബാക്കിൽ ജസ്റ്റ് വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചാൽ നമ്മുടെ വിൻറ്റേജ് സ്റ്റിക്കർ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.